ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളോട് വളരെയധികം ആകർഷണവും സ്നേഹവും ഈ വ്യക്തിക്ക് തോന്നിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയായാലും വീണ്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? എന്ത് മാജിക് ആണ് അത്? അനുഗ്രഹമാണോ ദോഷമാണോ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടിയാണ് ഈ ഒരു റീഡിങ്. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് മുഴുവനായിട്ട് കാണുക. ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് എനർജീസ് ഉണ്ടാകും. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. കോ ക്രിയേറ്റബിൾ ആണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്ലസ് പോയിന്റ്, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ആ ഒരു കാര്യത്തെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് കാണിക്കുന്നത്. ആ ഒരു കാര്യത്തെ നന്നായിട്ട് പരിഹരിച്ചുകൊണ്ട്, ആ ഒരു പ്രോബ്ലത്തെ വളരെ മനോഹരമായിട്ട് നന്നായിട്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന ഒരു കഴിവുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു കാര്യവും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് ഇപ്പോൾ ഒരിക്കലും നടക്കില്ല, ചെയ്യാൻ പറ്റില്ല, ശരിയാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതും ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സണുമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒട്ടും സാധ്യമല്ലാത്ത കാര്യങ്ങളിൽ സാധ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ലെവലിലേക്ക് നിങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു അഭിപ്രായം ഈ വ്യക്തിക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെതായിട്ടുള്ള തക്കതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തിങ്കിങ് വിമൺ ആണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അധികമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നതും എഫേർട്ട് ഇടുന്നതും. അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലേഡിയുടെ ചിന്തകൾ ഭയങ്കരമായിട്ടൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അത് സ്ത്രീകളുടെ എനർജി കൊണ്ടും കൂടിയാണ് അത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് വരുന്നതും ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരുന്നതും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയുന്നു. സ്ത്രീകളാണ് ഇവിടെ ഭയങ്കരമായിട്ട് മുൻകൈ എടുത്തുകൊണ്ട് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു ചിന്തകളാണ് ഇവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നത്. അതാണ് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് ഇങ്ങനെ ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എന്നാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സ്വന്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വളരെ തൻ്റെ ഇടത്തോടു കൂടിയും ധൈര്യപൂർവമായിട്ടാണ് ഈ പേഴ്സൺ അതിനെ നോക്കിക്കാണുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ അതിനെ നോക്കിക്കാണുന്നത്. കാരണം ആദ്യമൊക്കെ അത്രയും താല്പര്യവും അത്രയും കോൺഫിഡൻസ് ഒന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം
ആകർഷണം നിങ്ങളിൽ നിന്നും ഈ വ്യക്തിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഓരോ ദിവസവും കഴിയുന്തോറും ഉറപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതെന്നെ വിട്ടു പോകില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതെന്റെ ജീവിതത്തിൽ നിന്നും വിട്ടു പോകില്ല, ഇതെനിക്ക് എന്തോ സ്പെഷ്യലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനാണ് വിധി, ദൈവം അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്നിങ്ങനെയുള്ള തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, സറണ്ടർ ആണ്. കാരണം ഇവിടെ നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സണെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാകാം. ഈ പേഴ്സൺ അപ്പോൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് നിന്നും മാറി ദൂരേക്ക് ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ ഈ പേഴ്സൺ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കീഴടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം കീഴടങ്ങിയിട്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെ ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം അത് നമുക്ക് വിധിച്ചിട്ടുള്ളതാണ്, നമ്മുടെ അടുത്ത് നിന്നും അതെങ്ങോട്ടും പോകില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതെന്നെ വിട്ടു പോകൂല, ഇതെനിക്കുള്ളതാണ്. യെസ്, എക്സ്പാൻഷൻ ആണ്. കാരണം ഇപ്പോൾ പ്രപഞ്ചം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രണയത്തിന്റെ ആ ഒരു തീവ്രത അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിന്റെ ആ ഒരു ശക്തി അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു എക്സ്പാൻഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതിനോടൊപ്പം തന്നെ ആങ്സൈറ്റിയാണ്. കാരണം ഇവിടെ ചില സമയത്ത് നിങ്ങൾക്കോ ഈ പേഴ്സണോ ഭയങ്കരമായിട്ടുള്ള ഒരു ആങ്സൈറ്റി, ഇപ്പൊ മനുഷ്യനാണല്ലോ, എത്രയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ വരുന്ന ഒരു രീതിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, വേണ്ട വഴിപാടുകൾ ചെയ്യുക. നിങ്ങൾ ജീസസിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് പ്രാർത്ഥിക്കുക, ബൈബിളൊക്കെ നന്നായിട്ട് വായിക്കുക, വചനങ്ങളൊക്കെ ഏറ്റു പറയുക. ഖുറാനാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിസ്കരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം അതുപോലെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ധരിക്കുക. ഓക്കെ, അതായത് ബ്രേസ്ലെറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം. ചില സമയത്ത് നിങ്ങൾക്ക് എവിടേക്കോ പിടിവിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. അത് അമാവാസി പൗർണമി ആ ഒരു സമയത്തായിരിക്കാം എനർജി ട്രെയിനിങ് വരുന്നതാകാം. സോ ആ ഒരു സിറ്റുവേഷൻ ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നു. അപ്പൊ ഇതും പരിപൂർണമായിട്ടും മുഴുവനായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും അത് തുടച്ചു മാറ്റാനായിട്ട് നോക്കണം. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി വി ക്യാൻ സേ ദാറ്റ് ദ വിഷൻ, ഇൻറ്റ്യൂഷൻ ആൻഡ് റെസിപ്റ്റിവിറ്റി, ഗോഡസ് ഓഫ് ദ ഡ്രീംസ്, അതായത് ഇവിടെ ദേവിമാരുടെ എനർജിയൊക്കെ വളരെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ദേവിമാരുടെ എനർജി എന്ന് പറഞ്ഞാൽ ദേവീ ദൈവങ്ങളെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അതാണ് പറഞ്ഞത്. കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പാരമ്പര്യപരമായിട്ടുള്ള ദേവി, നിങ്ങളുടെ കുടുംബദേവത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ആരാധിക്കാം, മുടങ്ങാതെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കാരണം ആ ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ദൈവം നിങ്ങൾക്ക് വഴി തെളിയിക്കും. കൃത്യസമയത്ത് തക്ക സമയത്ത് നിങ്ങളുടെ ആ ഒരു ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഭജിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ദൈവം നിങ്ങളിലേക്ക് വന്നുകൊണ്ട് ആ ഒരു തക്ക സമയത്തുള്ള ആ ഒരു കാര്യം, ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങളുടെ കൈകളിലേക്ക് വരുത്തും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ ചില സ്വപ്നങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ദർശനമായിട്ടൊക്കെ കിട്ടും കേട്ടോ. അതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റാച്വൽ ഏഞ്ചൽ ആണ്. നീതി, അതുപോലെ പരിഹാരം, സന്തോഷം, ഇതാണ് കാണിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പലതരത്തിലുള്ള നീതി ഇവിടെ നിഷേധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും പല രീതിയിൽ നോക്കുകയാണെങ്കിലും. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീതി വീണ്ടെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്നും
നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സൊല്യൂഷൻ ആക്കാനും അതിലേക്ക് സൊല്യൂഷൻസ് കണ്ടെത്താനും വളരെ പോസിറ്റിവിറ്റി ആയിട്ടൊക്കെ മുന്നോട്ട് പോകാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഏഞ്ചല് നിങ്ങളുടെ ഈ ഒരു പ്രണയ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇതിനോടകം വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, റാച്വൽ ഏഞ്ചൽ എന്നാണ് അത് പറയുന്നത്, റാച്വൽ ഏഞ്ചൽ. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം എന്തായാലും വളരെ പോസിറ്റീവ് ഒരു റീഡിംഗ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് പോസിറ്റീവായിട്ട് വരട്ടെ. ക്ലൂസ് നമ്മൾ എടുക്കുന്നില്ല ഇന്ന്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.